City lights blink, they got secrets to spill. Painted asphalt whispers a soulful chill. ഇത് ടാൻസാനിയയിലെ ട്രഡീഷണൽ മ്യൂസിയമാണ്. ഇവർ പഴയ കാലത്ത് താമസിച്ചിരുന്ന ആ വീടുകളുടെയൊക്കെ സ്റ്റൈലാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇതുണ്ടോ? Echo of your laugh, now a ghost in the shade. Every step a crack where the smile decayed. Voices in my head softly hum your tune, dancing with the shadows under a silver moon. Falling stars write your name across the sky. Every trail burns bright, but they won't tell me why. Colliding with the echoes where love used to bloom. In the deep of the night, under a pale lit room. ഇതിന്റെ സ്റ്റൈല്, വീടിന്റെ സ്റ്റൈല് കണ്ടോ? മുകളിലൊരു കൂരുണ്ട്, നാലോളം അങ്ങനെ റൗണ്ട് ആയിട്ട് വരും. പിന്നെ ഈ ഭാഗത്തേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം നോർമൽ അടുപ്പ്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ നോർമൽ അടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടുപ്പ്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് കുട്ടികളുടെ ബെഡ്റൂമാണ്. ഇവിടെ ചിൽഡ്രൻസ് ബെഡ്റൂമാണത്. ഇത് ഇവിടെ ഇങ്ങനെ ഷെൽഫൊക്കെ അത് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു തട്ടാണ്. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ ഇതിന് 2 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ചെറിയ വരാന്ത പോലത്തെ ഒരു ഏരിയ മാത്രമേ. ചെറിയ ബെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീഷൻ ഫുൾ പാർട്ടീഷൻ അല്ല, ഒരു ഹാഫ് പാർട്ടീഷൻ ആയിട്ടാണ്. ഇതിവിടെ ഒരു ചെറിയ വീടാണ്, ഒരു ബെഡ്റൂം മാത്രമുള്ളൊരു വീടാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം മാത്രമേ വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം മാത്രമാണ് ഇതുള്ളത്. ബെഡ് പുല്ല് ബെഡ് പുല്ല് കഴിഞ്ഞാൽ പുല്ലിട്ട ബെഡാണ്. ചെറിയൊരു മറ. ഇതൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. കാണുന്നുണ്ടോ? ഒരു ടൈപ്പ് മസായികൾ താമസിക്കുന്ന വീടുകളാണ്. മസായി ഞാൻ ഉദ്ദേശിക്കുന്ന അവരെ ഓരോ ഗോത്ര പേരുകളാണ്. അതേപോലെ ഇത് വേറൊരു ടീമിൻ്റെതാണ്. ഈ ഭാഗം കണ്ടോ? ഇവിടെ ഈ സൈഡിൽ, ഈ റൈറ്റ് സൈഡിലുണ്ട്. ഇത് വേറെ ടൈപ്പ് വീടുകളാണ്. പക്ഷെ അത് വേറെ ടൈപ്പ് ജനങ്ങളുടേതാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഇത് ഓരോ കമ്മ്യൂണിറ്റിയും വേറെ വേറെ സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ വീട് നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് വേറൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു വീടാണ്. ഇത് കിച്ചൺ മാത്രമാണെന്ന് തോന്നുന്നത്. കണ്ടോ? അടുപ്പുണ്ട്. സെൻട്രലൊരു കാലിൽ ഇതുപോലെ ഒരു ഹട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഇതുപോലെ ബെഞ്ച് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ചുമരൊക്കെ മണ്ണ് കുഴച്ചിട്ട് തേമ്പി പിടിപ്പിച്ച ചുമരാണ്. മുകളിൽ വൈക്കോല് അല്ലെങ്കിൽ പുല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൈക്കോലുകളും മറ്റേ എല്ലാ സാധനങ്ങളൊക്കെ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് സെൻട്രലിൽ ഒരു തൂണുണ്ട്. ഇത് യൂക്കാലിപ്സ് മരമാണ്. ഈ സാധനം ഇത് നല്ലൊരു ഇതിന്റെ നടുത്തോളം എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. വൃത്താകൃതിയിൽ റൗണ്ട് ആകൃതിയിലാണ്. ഇത് ഇവര് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഞ്ചി, തോണി അല്ലെങ്കിൽ വള്ളം എന്നൊക്കെ പറയല്ലേ, ആ സാധനമാണ്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ്. ഇതിൻ്റെ എന്തോ ഒരു സംഭവമാണ്. ഇത് എന്തോ ഒരു ഇതാണല്ലോ അല്ലേ, ഒരു തോലുകൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സംഭവമാണത്. പിന്നെ ഈ സംഭവം മൃഗങ്ങളെ വെക്കാനുള്ള കൂടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആടും കൂടോ അല്ലെങ്കിൽ കോഴിക്കൂട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ആടും കൂടില്ലേ. പിന്നെ വേറെ ഇത് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഒരു കിച്ചണാണ് തോന്നുന്നു. കിച്ചൺ മാത്രമാണ്. കണ്ടോ?
ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്.